അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മൗലിദുൻ നൂറിൻ്റെ രചന നിർവഹിച്ച ടി.എം. ഇസ്മായിൽ മദനി നവ്വറല്ലാഹു മർഖദ ഉസ്താദ് അവറുകളുടെ ആണ്ടിനോടനുബന്ധിച്ച് അവിടുത്തെ കുടുംബങ്ങളും ശിഷ്യന്മാരുമൊക്കെ ചേർന്ന് നടത്തുന്ന മൗലിദിൻ്റെ ഹ്രസ്വമായ വിശദീകരണ പരിപാടിയാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അതോടൊപ്പം മഹാനായ ഖുത്ബുൽ ആലം സി.എം. വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദ അവരുടെ ഹിമായത്തും മദതും തർബിയത്തും നമുക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ചയാണ്. മൗലിദിൻ്റെ 5-ാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. ഗദ്യഭാഗമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ശൈഖുനയുടെ ബാല്യകാലവും മഹാനവറുകളുടെ വളർച്ചയും പഠനവും പ്രബോധനവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ അത്ഭുതാവഹമായ പെരുമാറ്റങ്ങളും സൂക്ഷ്മതയുമാണ് സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ തൻ്റെ ബാല്യകാലത്തു തന്നെ കാണിച്ചിട്ടുള്ളത്. ഇസ്മായിൽ മുസ്ലിയാർ നവറല്ലാഹു മർഖദ മഹാനവറുകൾ മൗലിദിൽ രേഖപ്പെടുത്തുന്നു. വക്കാന ശൈഖ് റഹിമഹുല്ല ഫി സ്വിബാഹു മുവാലിബൻ അലൽ ആദാബി വസ്സുനൻ. ബാല്യകാലത്ത് തന്നെ ശൈഖുന അവറുകൾ സുന്നത്തുകളും ആദാബുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യയും അതുപോലെ തന്നെ മര്യാദകൾ, അച്ചടക്കം, ഇതൊക്കെ വളരെ അത്ഭുതാവഹമായ രൂപത്തിൽ നിറവേറ്റിയവരാണ്. മുതമസ്സികം ബിൽ ജിദ്ദി വൽ ഇൽത്തിസാം. മഹാനവറുകൾ ഒരു സ്ഥിരോത്സാഹിയായിരുന്നു. ബാല്യകാലത്തു തന്നെ ഇത്തരം സൂക്ഷ്മതയിൽ ജീവിച്ചു. അല്ലാഹു തആല പ്രത്യേകമായ ഹിഫ്ള് നൽകി. ഔലിയാക്കളിൽ പലർക്കും മഹത്തുക്കളിൽ പലർക്കും അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. മൗലിദിൽ ഇസ്മായിൽ ഉസ്താദ് അവറുകൾ രേഖപ്പെടുത്തുന്നു, ശൈഖുന അവറുകൾ കുട്ടികളോടൊന്നിച്ച് ബാല്യകാലത്ത് കളിക്കുക പോലും ചെയ്യാറുണ്ടായിരുന്നില്ല. ഇതൊക്കെ പൂർവ്വകാല ചരിത്രങ്ങളിലും കാണുന്നുണ്ട്. മഹാനായ സയ്യിദുന യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടുത്തെ കുട്ടിക്കാലത്ത് തൻ്റെ സുഹൃത്തുക്കൾ കളിക്കാൻ വേണ്ടി വിളിച്ചു. ഇബ്നു കസീർ അൽ ബിദായയിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. കളിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഫഖാല, യഹ്യാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മാലിൽ ലഅബി ഖുലിഖ്ന, നമ്മളെ കളിക്കാനല്ലല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. ഈ വിനോദങ്ങൾ, ഇത്തരം സംഗതികളിൽ ഏർപ്പെടാനല്ലല്ലോ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കളിക്കാനില്ല. പരിശുദ്ധ ഖുർആൻ അത് പറയുകയും ചെയ്തു. വആതൈനാഹുൽ ഹിക്മ സബിയ്യ എന്ന് ഖുർആൻ സൂറത്ത് സ്വാഫാത്തിയിലൂടെ പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു സൂക്ഷ്മത അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകപ്പെട്ടവരിൽ പ്രധാനികളായ പ്രവാചകന്മാർ, അവരിൽ നിന്നും ഒരിക്കലും പാപം സംഭവിക്കുകയില്ല. നുബുവത്തിനു മുമ്പോ ശേഷമോ ഒന്നും തന്നെ പ്രവാചകന്മാരിൽ നിന്ന് പാപങ്ങൾ സംഭവിച്ചിട്ടില്ല. ഇതുപോലെ ഔലിയാക്കളിൽ ചിലർ മഹ്ഫൂളുകൾ ഉണ്ട്, അവരിൽ നിന്ന് പാപം സംഭവിച്ചിട്ടില്ല. അവർ വളരെ സംശുദ്ധമായ ജീവിതം നയിച്ചവരാണ്. അവരുടെ ബാല്യകാലം പോലും അങ്ങനെ തെറ്റുകളിൽ നിന്ന് മുക്തമായ ജീവിതം നയിച്ച ഒരുപാട് മഹാന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരിൽ പ്രധാനിയാണ് മഹാനായ ഖുത്ബുൽ ആലം സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. വകാന ദാഇമൽ ഫിക്രി വശുക്ർ. നിത്യമായി ഇലാഹി ചിന്തകളിലാണ്, അള്ളാഹുവിന് നന്ദി പ്രകടനം നടത്തുന്ന കാര്യങ്ങളിലാണ് മഹാനവറുകൾ വ്യാപൃതരായിക്കൊണ്ടിരുന്നത്. വശറഅ ഫീ ത്വലബിൽ ഇൽമി ബഅദ അൻ തഅല്ലമൽ ഖുർആന ബിജാമിഇൽ മസ്ജിദിൽ മടവൂർ.
ഇനി പഠനകാലങ്ങളാണ് ഇസ്മായിൽ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മൗലിദ് നൂറിലൂടെ വിശദീകരിക്കുന്നത്. മഹാനവർകൾ മടവൂരിലെ ജുമുഅത്ത് പള്ളിയിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ പഠനം നടത്തി. ആദ്യത്തെ അധ്യാപകൻ, മഹാനവർകളുടെ ആദ്യ ഗുരു അവിടുത്തെ പിതാവായ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ തന്നെയാണ്. പിന്നീട് ഒരുപാട് ഗുരുക്കന്മാരുടെ സമീപത്ത് സുമർത്തഹല ലി തഹ്സീലി ഉലൂമിൻ നാഫിഅത്തി ഇലാ കൊടുവള്ളിയിൽ പഠിച്ചിട്ടുണ്ട്. മഹാനായ ഇമ്പിച്ചാലി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, അതുപോലെ മലയമ്മ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ തുടങ്ങിയിട്ടുള്ളവരുടെ സമീപത്ത് കൊടുവള്ളിയിൽ മഹാനവറുകൾ പഠനം നടത്തിയിട്ടുണ്ട്. മങ്ങാട് കുറ്റിക്കാട്ടൂരിലെ ഇമ്പിച്ചാലി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകളുടെ സമീപത്ത് മങ്ങാട് ദർസിൽ പഠനം നടത്തിയിട്ടുണ്ട്. അതുപോലെ കൊയിലാണ്ടിയിൽ ഷെയ്ഖുന പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഉസ്താദുമാർ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ ഉൾപ്പെടെ, മോങ്ങത്തുള്ള അവറാൻ മുസ്ലിയാർ ഉൾപ്പെടെ, മലയമ്മ അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ, കുറ്റിക്കാട്ടൂരിലെ ഇമ്പിച്ചാലി മുസ്ലിയാർ ഉൾപ്പെടെ, ശംസുൽ ഉലമ ഉൾപ്പെടെ, കൊയിലാണ്ടിയിലെ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ വെല്ലൂർ ബാക്കിയാത്തു സാലിഹാത്തിൽ ഷെയ്ഖ് ആദം ഹസ്രത്ത്, ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രഗത്ഭരായ ഗുരുക്കന്മാർ മഹാനായ ഖുതുബുൽ ആലം CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ഉസ്താദുമാരിൽപ്പെട്ടവരാണ്. പിന്നീട് വെല്ലൂരിലേക്ക് പോവുകയും വെല്ലൂരിൽ നിന്ന് ബാക്കവി ബിരുദം കരസ്ഥമാക്കി മഹാനവറുകൾ പ്രബോധന ഗോധയിൽ സജീവമാവുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇസ്മായിൽ മുസ്ലിയാർ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നു. വലം യസ്തഅ്മിലിൽ മിഖ്ദത മുദ്ദത തഅല്ലുമിഹി, പഠനകാലയളവിൽ ഒരിക്കൽ പോലും ഷെയ്ഖുന അവറുകൾ തലയിണ ഉപയോഗിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത്രയേറെ ഐഹിക വിരക്തിയിൽ പഠനകാലത്തു തന്നെ മഹാനവറുകൾ തൻ്റെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി. അള്ളാഹുവുമായുള്ള ചിന്തയിൽ, അള്ളാഹുവുമായുള്ള ആ ബന്ധത്തിൽ പഠനകാലത്തും പഠനകാലത്തിന് ശേഷവും പ്രബോധന മേഖലകളിലും എല്ലാം മഹാനവറുകൾ വളരെ വളരെ കണിശമായ നിലപാടുകളോടുകൂടെ തൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഗുരുക്കന്മാരെ സമീപിക്കുകയും അവരിൽ നിന്ന് ത്വരീഖത്തുകൾ സ്വീകരിച്ച് അത് വളരെ ചിട്ടയിൽ ശർഇൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചവരാണ് മഹാനായ ഖുതുബുൽ ആലം CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മഹാനവറുകളുടെ ആത്മീയ ഗുരുക്കന്മാരിൽ ഇസ്മായിൽ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ രേഖപ്പെടുത്തുന്നു, ഈ കാലങ്ങളിൽ ഖദ് സാറ മശായിഖ അൽ മുതബർരിഈന ഫീ ഹാദൽ ഫന്നി വഅഖദ മിൻഹും ഇജാസാത്തിൻ കസീറ, പല ആത്മീയ ഗുരുക്കന്മാരെയും സമീപിക്കുകയും അവരിൽ നിന്ന് ധാരാളം ഇജാസത്തുകൾ സ്വീകരിക്കുകയും ത്വരീഖത്തുകൾ സ്വീകരിക്കുകയും ചെയ്തു. അവരിൽ പ്രധാനപ്പെട്ടവരാണ് മുഹമ്മദ് അബൂബക്കർ ഞണ്ടാടി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ആലുവായി അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, അതുപോലെ തന്നെ ഹാമിദ് കോയ അൽ കണ്ണൂരി നവറല്ലാഹു മർക്കദ, അതുപോലെ തന്നെ കവരത്തിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് റിഫാഇ ചെറുകോയ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഇവരൊക്കെയും ഷെയ്ഖുനായുടെ ആത്മീയ ഗുരുക്കന്മാരാണ്. അവരിൽ നിന്നൊക്കെയും ത്വരീഖത്തുകളും അതിൻ്റെ അദ്കാറുകളുമൊക്കെ സ്വീകരിച്ച് മഹാനവറുകൾ തൻ്റെ ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുകയും അള്ളാഹുവുമായുള്ള ബന്ധം, ആ ബന്ധത്തിൽ എല്ലാം റബ്ബിൽ സമർപ്പിതമായ ജീവിതം നയിക്കുകയും ചെയ്തു. അള്ളാഹു മഹാനവറുകളുടെ മദതും ഹിമായത്തും തർബിയത്തും നമ്മൾക്ക് നൽകി. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വിവരങ്ങളൊക്കെയും ആധികാരികമായി നമ്മളിലേക്ക് എത്തിച്ച മൗലിദിൻ്റെ വരികളിലൂടെ വളരെ മനോഹരമായ രൂപത്തിൽ ഗദ്യമായും പദ്യമായുമൊക്കെ നമ്മളിലേക്ക് നൽകിയ വന്യരായ ഇസ്മായിൽ ഉസ്താദ് അവർകൾ ഖബറിലാണ്. റബ്ബെ, അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.